പേര് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഇവിടെ 90-ൽ കൂടുതൽ ആളുകളാണ് മരിച്ചിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടത്തിൽ പതിയിരിക്കുന്ന നിഗൂഢമായ അപകടം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ടയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. പെരുന്തേനരുവി. പേര് പോലെ കാണാൻ വേണ്ടി വളരെ ഭംഗിയാണ്. പത്തനംതിട്ടയിൽ നിന്നും വെറും 26 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പത്തനംതിട്ട റാന്നി വെച്ചുചിറ വഴിയാണ് ഇവിടേക്ക് എത്തുന്നത്. പേരിൽ മനോഹാരിത ഉണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അരുവി മൂളിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു മരണം അവിടെ നടക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. ഇതിനിടയിൽ തന്നെ 94ഓളം മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ മരണങ്ങൾക്കൊക്കെ കാരണം ഈ പാറയ്ക്കുള്ളിലെ കുഴികളാണ്. നല്ല രീതിയിൽ വെള്ളച്ചാട്ടമുള്ള സമയത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ കുഴിയെ പറ്റി വലിയ ധാരണകൾ ഉണ്ടാകില്ല. അതാണ് ഈ മരണങ്ങൾക്കൊക്കെ കാരണം. ഈ അരുവിയുടെ നെഗറ്റീവ് സൈഡാണ് ഇത്. എന്നാൽ ഇതിനൊരു പോസിറ്റീവ് കൂടിയുണ്ട്. കാണാൻ വളരെ ഭംഗിയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ തന്നെ പെരുന്തേനരുവി പവർ പ്ലാന്റും ഉണ്ട്. കേരള ടൂറിസത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഇവിടേക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. പക്ഷേ എപ്പോൾ പോയാലും നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. എല്ലാ കാഴ്ചകളും എക്സ്പ്ലോർ ചെയ്യണം, പക്ഷെ ആദ്യം സേഫ്റ്റി. ജീവൻ ഉണ്ടെങ്കിലേ ബാക്കി ഇതൊക്കെ കാണാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഒരു ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. ഇത് നല്ല ഭംഗി തന്നെയാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ. ഇത് പമ്പ റിവറിൻ്റെ ഒരു പാട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ കാട്ടിനകത്തൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീൽ വരും. കുറേ മരങ്ങളും ഒക്കെ വള്ളിച്ചെടികളൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഞാൻ കുറച്ചു നേരം അതിനകത്തൂടെയൊക്കെ നടന്ന് അപ്പുറത്ത് നമ്മുടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്ന കാണുന്നിടത്തോട്ട് പോയിട്ടുണ്ട്. വൈകിട്ടായിട്ടുള്ള സമയമാണ്. അപ്പോൾ അവിടെ കുറേ പേര് ഇരുന്ന് മീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട കെട്ടിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ സൈഡിൽ ഇരുന്ന് അവരുടെ ജോലികൾ നോക്കുന്നുണ്ട്. കുറേ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതെ, ആ വെള്ളം ഒഴുകി പോകുന്നത് കണ്ടോ? ഇത് പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് അങ്ങനെയൊന്നും കാണാൻ കിട്ടുന്ന കാഴ്ചയൊന്നും അല്ല. കാരണം എപ്പോഴും ഒന്നും അത് അവർ തുറന്നു വിടാറില്ല. പ്ലാന്റിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം അടുത്ത് നിന്ന് കാണണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്ത് പാറയുടെയൊക്കെ മണ്ടയ്ക്കൂടെയാണ് കയറിപ്പോയത്. അതുകൊണ്ടാണ് വീഡിയോ ഷേക്ക് ആവുന്നത്. കുറച്ചു നേരം അതിൻ്റെ പിന്നെ ഇപ്പോൾ പാമ്പിറങ്ങുന്ന സമയമാണല്ലോ, അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ദേ നടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് വേസ്റ്റ് അല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ വളവൊക്കെ ആയിട്ടാണ് ഇങ്ങനെ അത് ഒഴുകി വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇങ്ങനെ പതഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഇനി വീട്ടിൽ കയറില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.